ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റ് ഞാൻ നൈറ്റ് ക്രീമൊക്കെ തേച്ച് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ക്രീമുണ്ട്. ഫുഡ് ഞാൻ കഴുകിയൊന്നും കഴിഞ്ഞില്ല. ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു രാവിലെ എണീറ്റിട്ട്. അതാണ് ഇങ്ങനെ വല്ലാതെ ഇരിക്കുന്നത് കേട്ടോ. നമുക്ക് മോർണിംഗ് ഡ്രിങ്ക് എന്താണെന്ന് നോക്കണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ ഒരു ഭയങ്കര ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. അതായത് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഓരോ ദിവസം നമ്മൾ തലേ ദിവസം പ്ലാൻ ചെയ്ത് വെക്കും. അതുകൊണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഹെൽത്തിയാണ്. നമുക്ക് നോക്കിയാലോ. നേരെ ഈ പ്രസ്ത ബ്രേക്ക്ഫാസ്റ്റ് ലീവ്സ് ഉണ്ട്, കേൽ ലീഫ് ഉണ്ട്, സെലറി ഉണ്ട്. അതെല്ലാം ഞാൻ കഴുകിയിട്ടുണ്ട്. 2 ടൈപ്പ് ഓഫ് ലീവ്സാണ് നമ്മൾ എടുത്ത് വെച്ചേക്കണേ. കണ്ട, യെസ്. നേരെ ഇതെല്ലാം ഞാൻ വാഷ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഞാൻ ജാറിലേക്ക് ഇടുന്നുണ്ട്. ഒരു കാര്യം മറന്നുപോയി, ഇപ്പോൾ വരാട്ടോ. വെള്ളം എടുക്കാൻ മറന്നുപോയി. വെള്ളം എടുക്കാൻ പോയതാണ്. പിന്നെ വെള്ളം എടുത്തിട്ട് ചിയാ സീഡ് ഞാൻ വെള്ളത്തിലിട്ടാനും മറന്നുപോയി. കംപ്ലീറ്റ് മറവി. കണ്ടോ, ചിയാ സീഡ് വാഷ് ചെയ്തിട്ട് വേണം എല്ലാവരെയും. വാഷ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫിൽറ്ററിൽ നമ്മുടെ അരിപ്പയിൽ ഈ ചിയാ സീഡ് ഇട്ടിട്ട് പൈപ്പിൻ്റെ താഴെ ഇങ്ങനെ കാണിച്ച് കഴുകുക. പിന്നെ നമ്മൾ കുടിക്കണ വെള്ളം കൊണ്ട് കഴുകാൻ വേണ്ടിയിട്ടോ. അതിൻ്റെ ചിയാ സീഡ് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അതാവട്ടെ. ഓക്കെ. ഇനി നമ്മൾ പഴം എപ്പോഴും എടുക്കണതിന് മുമ്പ് നമ്മൾ കഴുകണം കേട്ടോ. കഴുകാതെ ഒരിക്കലും എടുക്കരുത്. പല സ്ഥലത്തുനിന്ന് വരുന്ന സാധനങ്ങളാണ്. നമുക്ക് ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ വന്ന് ആദ്യമേ വാഷ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ കഴിക്കാൻ നേരത്തും കൂടെ കഴിക്കണതിന് മുമ്പ് കൈയും ഇതും വാഷ് ചെയ്തിട്ട് ഇത് ചെയ്യണം. എന്നിട്ട് നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. വേറെ എന്നാ വിശേഷം? ഇതൊന്നും ചിലവരൊക്കെ പറയും ഭയങ്കര എക്സ്പെൻസീവേ അല്ല കേട്ടോ. നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കേ ചെയ്ത് ഭയങ്കര എക്സ്പെൻസീവാണ്, അങ്ങനെയൊന്നും അല്ല. സാധാരണ ഏത് വ്യക്തികൾക്കും എടുക്കാൻ പറ്റും. ആപ്പിൾ ഞാൻ കട്ട് ചെയ്യണം ഇങ്ങനെയാട്ടോ. ഈ നടുക്കത്തെ സാധനം ഭയങ്കര ഡിസ്റ്റർബഡ് അല്ലേ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ. ഈ സ്ക്വയർ ആയിട്ട് ഞാൻ കട്ട് ചെയ്യാം. നേരെ നടുക്കത്തെ സാധനം പുള്ളി അവിടെ ഇരുന്നോളും. കണ്ടോ, എൻ്റെ കട്ടിങ് കാണുമ്പോൾ എനിക്ക് വല്ലാതെ തോന്നും. എനിക്ക് വലിയ വിവരമില്ല ആ കാര്യത്തിൽ. രാവിലെ എന്തൊക്കെ ചെയ്തു? ഞാൻ മോർണിംഗ് ഡ്രിങ്ക് കുടിച്ചു, പിന്നെ വെള്ളം കുടിച്ചു. ഒരു 1/4 ലിറ്റർ വെള്ളം കുടിച്ചു കേട്ടോ. ഇപ്പോൾ 7:30 കഴിഞ്ഞു ഇവിടെ. ഇന്ന് 2 ദിവസം ഫോൺ വന്നുകൊണ്ട് ഞാൻ വെള്ളം കൂടി ഇത്തിരി കുറഞ്ഞു പോയി. അങ്ങനെ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. എന്ന് വെച്ചാൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഭയങ്കര സന്തോഷമാണ്. ഓരോ ദിവസവും ഓരോ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യും. അവിടെ അവൻ കിടക്കാറായേ, അതാ വിളിച്ചേ. അവൻ യൂണിവേഴ്സിറ്റി പോയി തിരിച്ചു വരുന്ന സമയം ഞാൻ വന്നു. 5 മിനിറ്റ് എന്ന് പറഞ്ഞ് നിന്നു. ഓക്കെ. നേരെ ചിയാ സീഡ് റെഡി ആയിക്കൊണ്ടിരിക്കണം. ഈ ലീഫിൻ്റെ മേളിൽ നമ്മൾ ആപ്പിൾ ഇടുക. ദാറ്റ്സ് ഇറ്റ്. ആപ്പിൾ ഇടുക. ഓ യമ്മി. പിന്നെ നമ്മുടെ പഴവും ഇട്ട് കഴിഞ്ഞ് ചിയാ സീഡ് ഇതിൻ്റെ കൂടെ അടിക്കണതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇന്ന് നമുക്കൊന്ന് ഡിഫറെൻ്റ് ആക്കാം. ഞാൻ സാധാരണ ചിയാ സീഡ് സെപ്പറേറ്റ് അടിക്കുക കേട്ടോ ചെയ്യണേ. കുറച്ച് പ്ലേറ്റ് ഒന്ന് മാറ്റി വയ്ക്കട്ടെ. കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചേക്കാം. കുറച്ച് ഒരു നെയിം സേക്കിന്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടിച്ചിട്ട് വരട്ടെ. വെയിറ്റ് ചെയ്യണേ. നമ്മുടെ ഡ്രിങ്ക് റെഡിയായി. എങ്ങനെയുണ്ട്? ഞാൻ ഇതിൻ്റെ ഫുള്ളുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ എന്നെ പറ്റിച്ചു. പിന്നെ നമുക്ക് ചിയാ സീഡ് ഒന്ന് ഇട്ടേക്കാം. ഇതാണ് നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കട്ടെ. എനിക്ക് ടേസ്റ്റ് ഒന്നും ഞാൻ ബോദർ ചെയ്യാറില്ല.
അതുകൊണ്ട് എനിക്കതൊരു വിഷയമാണ് കേട്ടോ. എന്നാലും ഞാനൊന്ന് കുടിക്കട്ടെ. പഴം ഇട്ടുകൊണ്ട് കുറച്ച് മധുരമുണ്ട് കേട്ടോ. അങ്ങനെ മധുരക്കുറവൊന്നുമില്ല. ഭയങ്കര മധുരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മധുരമൊന്നുമില്ല, കുറച്ച് മധുരം, ആവശ്യത്തിന് മധുരം. നേരെ പക്ഷേ നിന്നുകൊണ്ട് കുടിക്കാൻ പാടില്ല, കഴിക്കാൻ പാടില്ല, ഇരുന്നുകൊണ്ട് വേണം. എന്നിട്ട് നമുക്ക് ഇരുന്ന് കുടിക്കാം. വെയിറ്റ് ചെയ്യില്ലേ? നേരെ നമ്മുടെ ഡ്രിങ്ക് കുടിക്കാം കേട്ടോ. മീശ വന്നെനിക്കത് മോഹൻ വല്ലാതെ നമ്മുടെ രാത്രി നൈറ്റ് ക്രീം ഞാൻ ഉണ്ടാക്കുന്ന ഒരു ക്രീമുണ്ട് ഫെയർനെസ്സിനും സൺബേണ്, പിന്നെ ഈ കരിമംഗലം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ ഈ സൈഡിൽ വന്നെ, അതൊക്കെ പോകാനായിട്ട് നമ്മൾ ഹോം മെയ്ഡ് ഉണ്ടാക്കണ ആയുർവേദം എസെൻഷ്യൽ ഓയിലും ആയുർവേദ മെഡിസിൻസും കൂടെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ക്രീം തേച്ചിട്ട് ഞാൻ ഫുള്ളി അങ്ങ് കഴുകിയൊന്നും കളയില്ല. പുറത്ത് പോകാൻ നേരത്തെ ഞാൻ കഴുകി കളയോളൂ. അതുകൊണ്ട് അവിടെ ഇവിടെ ഇത്തിരി ഇങ്ങനെ ഇരിക്കണ്ടേ, അതിങ്ങനെ ഇരിക്കണം. അവിടെയൊക്കെ കുറച്ചിങ്ങനെ കാണുന്നുണ്ട്. എനിക്കിഷ്ടമായി. ഞാൻ പഴം ഉള്ളതുകൊണ്ട് ഒരു ഡേറ്റ്സ് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ ഡേറ്റ്സ് ഇടാതിരിക്കണേ, ബിക്കോസ് എന്താ വെച്ചാൽ ഞാൻ അയൺ ടാബ്ലറ്റൊക്കെ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഡേറ്റ്സ് ഒന്നും ഞാൻ കഴിക്കാറില്ല. നേരെ പഴത്തിന് മധുരം ഉണ്ടല്ലോ, പിന്നെ ഇതിനെ ഞാൻ ബോധർ ചെയ്യണേ. ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട, ബോറിരിക്കല്ലേ, നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കണ കാണാം. പിന്നെ നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അന്നേരം ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഒരു ലൈക്കും ഒരു കമൻറ്റ് ഇടാൻ മറക്കരുത് പ്ലീസ്. ഞാനതിന് വെയിറ്റിംഗ് ആണ്. നിങ്ങളുടെ വീട്ടിൽ അവൈലബിളാണ്, നിങ്ങളുടെ ഏരിയയിൽ അവൈലബിൾ ആയിട്ടുള്ള ലീഫ് നിങ്ങൾക്ക് ഇടാം. പിന്നെ വേണമെങ്കിൽ കുക്കുംബർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ ഗ്രീൻ ആപ്പിൾ ഉണ്ടായിരുന്നു. ഗ്രീൻ ആപ്പിൾ ഈസ് വെരി ഗുഡ്. അതുകൊണ്ട് ഞാൻ പഴം എന്തായാലും ആഡ് ചെയ്യണം, അന്നേരം നമുക്ക് ആ ടേസ്റ്റിൻ്റെ ഒരു ഇത് വരുള്ളൂ കേട്ടോ. ചിയാ സീഡും എന്തായാലും നാച്ചുറലി നമ്മുടെ വീട്ടിലുള്ള അതുകൂടെ ഇട്ടാൽ മതി. ഓക്കെ ദെൻ ബൈ.